അപ്പൊ ഞാനും ഡാഡിയും കൂടെ അക്ഷയ സെന്ററിൽ എത്തുന്നു. അതിന് മുമ്പുള്ള വേണ്ടേ? അതിന് മുമ്പുള്ള കാര്യങ്ങൾ പറയാം. ഞാനും ഡാഡിയും കൂടെ അക്ഷയ സെന്ററിലോട്ട് നടന്നു വരുവാണേ. അപ്പൊ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഡാഡിയെ നോക്കുന്നു. എല്ലാരും നോക്കി സാറേ ഹായ്, സാറേ നമസ്കാരം. എല്ലാവരും എനിക്ക് നടക്കാൻ വയ്യ. അതായത് നമ്മൾ നടക്കും, അപ്പൊ തന്നെ ഒരാൾ ഇങ്ങനെ വിളിക്കും ഹായ്. ഡാഡി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അവിടെ എത്തണ വരെ. സത്യം, എന്റെ അമ്മ സത്യം. എനിക്ക് അങ്ങനെ ചുമ്മാ പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പം വലിയ ക്യൂ. നമ്മൾ ഏറ്റവും ബാക്കിൽ നിൽക്കുവാണ്. എന്നിട്ട് ഇതിന് എപ്പോ കിട്ടുമെന്ന് പറഞ്ഞ് ഞാനും ഡാഡി നിന്നപ്പം ഒരാൾ അവിടുന്ന് സാറല്ലേ എന്ന് പറഞ്ഞ് ഓടി വന്നു. നല്ല ഇടി കിട്ടിട്ടുണ്ടാവും. കടിയല്ലടി, കടി കിട്ടി, കടി അവക്ക് സഹിക്കുന്നില്ല. അവിടെയാണ് ട്വിസ്റ്റ്. ഓടി വന്നിട്ട് സാറെന്താ ഇവിടെ നിൽക്കണേ, ബാബാ എന്റെ കൂടെ വന്ന് പറഞ്ഞു. ഞാനും പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ ക്യൂ, ഇത്രയും ക്യൂവിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മളെ വിളിച്ച് ഒരു ക്യാബിനിൽ കയറ്റി അമ്മ വെറും 5 മിനിറ്റ് എല്ലാം സെറ്റ് ചെയ്ത്. അത് എന്നിട്ട് പറഞ്ഞു ടീച്ചർ സാർ എന്തിനു ക്യൂവിന് നിൽക്കണേ, എന്നെ വിളിച്ചാ പോരെ. സത്യം ഞാനാകെ തള്ളിക്കയറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഒരാവശ്യമില്ല. പ്രവർത്തകന്റെ വിലയൊന്നും പറഞ്ഞ അത് നിനക്ക് ബോധ്യമല്ല. എനിക്ക് കണ്ടപ്പോ എനിക്ക് നീ ഇതുപോലെ പലത് എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോഴേക്കും അപ്പൊ എന്നാ പിന്നെ വെള്ളയും ഇട്ട് ചെന്നപ്പോഴേ ഏതോ വലിയ നേതാവാന്ന് അവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. തെറ്റിദ്ധരിക്കുന്നത് ശരിയായ ധാരണ ഏതാണ്? നേതാവിന്റെ അനിയൻ. ഞങ്ങള് കൊടങ്ങാള് ഫാമിലി എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ കിടന്ന് ഇളകി മറിയുന്നവരാ. അതൊക്കെ എവളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നേതാവായിന്ന് തോന്നി കാണുന്നു. അതെ, അതൊക്കെ വല്ല അറിയാമോ? ആനയ്ക്കല്ല ആനയുടെ വില അറിയാവൂ? അമ്പളത്തോട്ട് എങ്ങനെ ആൾക്കാർ പറയുന്ന കേൾക്കണമെങ്കിൽ ആനയ്ക്ക് ആനയുടെ വില അറിയില്ല എന്നാ പറഞ്ഞത്. അത് കാട്ടി കിടക്കണം. ഇത് നാട്ടിലുള്ള ആനയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടാ. ആനയ്ക്ക് ആനയുടെ വില അറിഞ്ഞാൽ തീർന്നു. ഈ ആനപ്പിണ്ടത്തിൻ്റെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?